സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് 2024 PSC ബുള്ളറ്റിൻ സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട സെലക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ബഷീർ സ്മാരകമായ ആകാശ മിഠായി സ്ഥാപിതമായത് എവിടെയാണ്? ആകാശ മിഠായി എവിടെയാണ്? ബേപ്പൂരാണ്. അപ്പോൾ ബഷീർ സ്മാരകത്തിൻ്റെ പേരാണ് ആകാശ മിഠായി എന്നത്. സ്ഥിതി ചെയ്യുന്നത് ബേപ്പൂർ. അടുത്ത ചോദ്യം, ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ ഏത് പേരിലാണ് ഇനി അറിയപ്പെടുക? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ്. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിൻ്റെ ടാഗ് ലൈനാണ് ആരോഗ്യം പരം ധനം എന്നത്. ആരോഗ്യം പരം ധനം എന്നത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിൻ്റെ ടാഗ് ലൈൻ ആണ്. അപ്പോൾ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകളാണ് ഇനി മുതൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭമാണ് കാർത്തുമ്പി കുട നിർമ്മാണം. അട്ടപ്പാടിയിൽ കാർത്തുമ്പി കുട നിർമ്മാണം പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്ന ജില്ല. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് തിരുവനന്തപുരം. 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേള. കായികമേള എവിടെയാണ് നടന്നത്? എറണാകുളമാണ്. എറണാകുളം. 2024 വർഷത്തെ ശാസ്ത്രമേള നടന്നത് എവിടെയാണ്? ആലപ്പുഴയാണ്. അപ്പോൾ 2024 സ്കൂൾ കലോത്സവം നടന്നത് തിരുവനന്തപുരം, സ്കൂൾ കായികമേള നടന്നത് എറണാകുളം, ശാസ്ത്രമേള നടന്നത് ആലപ്പുഴ. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ GST വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫാനം എന്നത്. ഓപ്പറേഷൻ ഫാനം എന്നത് സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ GST വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫാനം. ഹരിത കർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം അറിയുവാനുള്ള മൊബൈൽ ആപ്പാണ് ഹരിതമിത്രം എന്നത്. ഹരിതമിത്രം എന്താണ്? ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം അറിയുവാനുള്ള മൊബൈൽ ആപ്പാണ് ഹരിതമിത്രം. മൊബൈൽ ആപ്പിൻ്റെ പേര് ഹരിതമിത്രം. കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് സ്ഥല ലഭ്യത അറിയാൻ മുൻകൂട്ടി പണമടച്ച് റിസർവ് ചെയ്യുന്നതിനുള്ള ആപ്പ് വികസിപ്പിച്ചത് KMTA ആണ്. ആപ്പ് വികസിപ്പിച്ചത് കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി. KMTA, കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി. എന്താണ്? കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് സ്ഥല ലഭ്യത അറിയാൻ മുൻകൂട്ടി പണമടച്ച് റിസർവ് ചെയ്യുന്നതിനുള്ള ആപ്പ് വികസിപ്പിച്ചത് KMTA ആണ്, കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി. ലോകമെമ്പാടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോക കേരളം ഓൺലൈൻ പോർട്ടൽ. ലോക കേരളം ഓൺലൈൻ പോർട്ടൽ എന്താണ്? ലോകമെമ്പാടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ലോക കേരളം ഓൺലൈൻ പോർട്ടൽ. അന്താരാഷ്ട്ര തുറമുഖ സാധ്യതകൾ തുറക്കുന്ന ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് പദവി നേടിയ കേരളത്തിലെ തുറമുഖം ഏതാണ്? കൊല്ലം തുറമുഖമാണ്. അന്താരാഷ്ട്ര തുറമുഖ സാധ്യതകൾ തുറക്കുന്ന ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് പദവി നേടിയ കേരളത്തിലെ തുറമുഖം ഏതാണ്? കൊല്ലം തുറമുഖം. 2024 അരുണാചൽ പ്രദേശിൽ കണ്ടെത്തിയ സസ്യത്തിന് ഏത് സസ്യശാസ്ത്രജ്ഞയുടെ പേരാണ് നൽകിയത്? ഡോക്ടർ EK ജാനകി അമ്മാളിൻ്റെ പേരാണ്. ഡോക്ടർ EK ജാനകി അമ്മാളിൻ്റെ പേരാണ് നൽകിയത്. എവിടെ കണ്ടെത്തിയ സസ്യമാണ്? അരുണാചൽ പ്രദേശിൽ. അരുണാചൽ പ്രദേശിൽ. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റ് അയ്യങ്കാളിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്? 161ാമത്തെ ജന്മദിനമാണ്. ആരുടേതാണ്? അയ്യങ്കാളിയുടെ. അയ്യങ്കാളിയുടെ 161ാമത്തെ ജന്മദിനമാണ് 2024 ഓഗസ്റ്റിന് ആചരിച്ചത്. അടുത്ത ചോദ്യം,
കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നഗരം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നഗരം മൂവാറ്റുപുഴയാണ്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നഗരം. ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിൽ എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡാണ് ഫ്രഷ് ബൈറ്റ്സ് എന്നത്. ഫ്രഷ് ബൈറ്റ്സ്. കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശ്. കേരളത്തിൽ തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റി ജസ്റ്റിസ് എസ് സിരിജഗൻ കമ്മിറ്റി. ജസ്റ്റിസ് എസ് സിരിജഗൻ കമ്മിറ്റി. എന്താണ്? കേരളത്തിലെ തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയിരുന്ന കമ്മിറ്റിയാണ് ജസ്റ്റിസ് എസ് സിരിജഗൻ കമ്മിറ്റി. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിന്റെ എത്രാമത് ജന്മവാർഷികമാണ് 2024 ആചരിച്ചത്? 170. ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ 170ാമത്തെ ജന്മവാർഷികമാണ് 2024 ആചരിച്ചത്. വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഡ്രീം വെസ്റ്റർ എന്നത്. ഡ്രീം വെസ്റ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? വിദ്യാർത്ഥികളെ സംരംഭകത്വ സംസ്കാരം വളർത്തുന്നതിന് വേണ്ടിയിട്ട്. പദ്ധതിയുടെ പേര് ഡ്രീം വെസ്റ്റർ. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ്? കൽപ്പസുവർണ, കൽപ്പശതാബ്ദി എന്നത് തെങ്ങിനങ്ങളാണ്. തെങ്ങിനങ്ങൾ. കൽപ്പസുവർണ, കൽപ്പശതാബ്ദി. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുമർ ചിത്രമൊരുങ്ങുന്നത്? ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുമർ ചിത്രമൊരുങ്ങുന്നത് എവിടെയാണ്? കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിലാണ്. കണ്ണൂരില് കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുമർ ചിത്രം ഒരുങ്ങുന്നത്. അടുത്ത ചോദ്യം, വൈദ്യുതി ഉൽപാദനത്തിനായിട്ട് കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സങ്കേതം? പെരിയാർ ടൈഗർ റിസർവ്. അപ്പോൾ വൈദ്യുതി ഉൽപാദനത്തിനായിട്ട് കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ആദ്യത്തെ കടുവ സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിയാർ ടൈഗർ റിസർവ് ആണ്. അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത. സ്നേഹിത എന്ന പദ്ധതി കുടുംബശ്രീയുടെ പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത. പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വൈൻ പേര് നിള. വൈൻ്റെ പേരാണ് നിള എന്നത്. പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വൈനാണ് നിള. 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി കൊച്ചിയാണ്. 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദിയാണ് കൊച്ചി. വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച ഉറ്റവർ എന്ന കവിത എഴുതിയത്? ഉറ്റവർ എന്ന കവിത പ്രഭാവർമ്മയുടേതാണ്. കവിതയുടെ പേര് ഉറ്റവർ. ആരുടേതാണ്? പ്രഭാവർമ്മ. എന്തായിരുന്നു വിഷയം? വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച പ്രഭാവർമ്മയുടെ കവിതയാണ് ഉറ്റവർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം? ഇന്ത്യയിൽ ആദ്യമായിട്ട് ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, ഓൺലൈൻ വഴി വരുന്ന വ്യാജ വാർത്തകൾ
പ്രതിരോധിക്കാൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഡിജിറ്റൽ സാക്ഷരതാ പരിശീലന പരിപാടിയാണ് സത്യമേവ ജയതേ എന്നത്. നടപ്പിലാക്കുന്നത് കൈറ്റ് കേരളയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓൺലൈനിൽ വരുന്ന വ്യാജ വാർത്തകൾ പ്രതിരോധിക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഡിജിറ്റൽ സാക്ഷരതാ പരിശീലന പരിപാടിയാണ് സത്യമേവ ജയതേ എന്നത്. പദ്ധതി നടപ്പാക്കുന്നത് കൈറ്റ് കേരളയാണ്. കാർഷിക സേവനങ്ങളിൽ ഏകജാലക സംവിധാനം കൊണ്ടുവരുന്നതിനായി സംസ്ഥാന കൃഷി വകുപ്പ് അവതരിപ്പിച്ച ആപ്പിന്റെ പേര് കതിർ എന്നാണ്. കതിർ, KATHIR. എന്തിനു വേണ്ടിയിട്ടാണ്? കാർഷിക സേവനങ്ങളിലെ ഏകജാല സംവിധാനം കൊണ്ടുവരുന്നതിനായിട്ട് സംസ്ഥാന കൃഷി വകുപ്പ് അവതരിപ്പിച്ച ആപ്പാണ് ഏത്? കതിർ. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം എന്ന പദ്ധതി. ആരോഗ്യകിരണം എന്തിനു വേണ്ടിയിട്ടാണ്? 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? ആരോഗ്യകിരണം. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പു രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആശ്വാസകിരണം. പദ്ധതിയുടെ പേര് എന്താണ്? ആശ്വാസകിരണം. ആശ്വാസകിരണം പദ്ധതി എന്ന് പറയുന്നത് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പു രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. ആശ്വാസകിരണം പദ്ധതിയിലൂടെ ലഭിക്കുന്നത് ഒരാൾക്ക് ഒരു ദിവസം, പരിചരിക്കുന്ന ആൾക്ക് ഒരു ദിവസമല്ല, മാസം എത്ര രൂപയാണ് ലഭിക്കുന്നത്? 600 രൂപയാണ്. 2024 പേര് മാറ്റിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ ഏതൊക്കെയാണ്? 2024 പേര് മാറ്റിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളാണ് കൊച്ചുവേളിയും നേമവും. നേമം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നുമാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, അന്തരിച്ച സാറ എബ്രഹാം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാറ എബ്രഹാം ചിത്രകലയാണ്. ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന 19 പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം 6ആണ്. 19 പ്രദേശങ്ങൾ. ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ദുരിതം ഉണ്ടാകുന്ന 19 പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 6ആം സ്ഥാനം. 2024 കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണ്. അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും വിവർത്തകനും അധ്യാപകനുമായ വ്യക്തി പ്രൊഫസർ CG രാജഗോപാൽ. അനധികൃതമായി നഗരത്തിലെ ഫുട്പാത്തുകൾ കയ്യേറുന്നവർക്കെതിരെ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഫുട്പാത്ത് എന്നത്. അനധികൃതമായിട്ട് നഗരത്തിലെ ഫുട്പാത്തുകൾ കയ്യേറുന്നവർക്കെതിരെ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഫുട്പാത്ത്. സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കൊല്ലം. സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കൊല്ലം. ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ 115ാമത് സമാധി വാർഷികമാണ് 2024 ആചരിച്ചത്? തൈക്കാട് അയ്യയുടെ സമാധി വാർഷികം എത്രാമത്തേത്? 115ാമത്തേതാണ് 2024 ആചരിച്ചത്. തൈക്കാട് അയ്യ. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് കുട്ടിയിടം എന്നത്. പദ്ധതിയുടെ പേര് കുട്ടിയിടം. സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്കു മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. സംസ്ഥാനത്തെ ഹീമോഫീലിയ ബാധിതരായ 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എമിസിസുമാബ്
എന്ന മരുന്ന് സൗജന്യമായി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. മരുന്നിൻ്റെ പേര് എമിസിസുമാബ് എന്നതാണ്. ഹീമോഫീലിയ ബാധിതരായ 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എമിസിസുമാബ് എന്ന മരുന്ന് സൗജന്യമായി നൽകുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26-നാണ്. 2024 ഏപ്രിൽ 26. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കേരളത്തിലെ ലോക്സഭാ മണ്ഡലം ഏതാണ്? മലപ്പുറമാണ്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള കേരളത്തിലെ ലോക്സഭാ മണ്ഡലം വയനാടാണ്. കേരളത്തിൽ നിന്നുള്ള MP-മാരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഇ.ടി. മുഹമ്മദ് ബഷീർ. ഇ.ടി. മുഹമ്മദ് ബഷീർ. കേരളത്തിൽ നിന്നുള്ള MP-മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഹൈബി ഈഡൻ. ഹൈബി ഈഡൻ. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തെരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ. പോർട്ടലിൻ്റെ പേരെന്താണ്? ഓർഡർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പോർട്ടലാണ് ഓർഡർ. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പ്രിയങ്ക ഗാന്ധിയാണ്. വയനാട് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പ്രിയങ്ക ഗാന്ധി. ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് UR പ്രദീപ്. ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് UR പ്രദീപ്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രാഹുൽ മങ്കൂട്ടത്തിൽ. രാഹുൽ മങ്കൂട്ടത്തിൽ. ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികൾ ഇനി മുതൽ അറിയപ്പെടുന്നത് നഗർ എന്നാണ്. കോളനികൾ ഇനി മുതൽ അറിയപ്പെടുന്നത് നഗർ. കേരളത്തിൽ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാകുന്നത് മുട്ടത്തറയാണ്. തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറയിലാണ് കേരളത്തിൽ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാക്കുന്നത്. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി. കഥകളി കലാകാരി. ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരിയാണ് രഞ്ജു മോൾ മോഹൻ. രഞ്ജു മോൾ മോഹൻ. കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച ലഹരി വിരുദ്ധ പദ്ധതിയാണ് പോഡ എന്നത്. പോഡ. പോഡ എന്ന ലഹരി വിരുദ്ധ പദ്ധതി ആരംഭിച്ചത് കൊച്ചി സിറ്റി പോലീസ്. 2024 അന്തരിച്ച കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളി പി തങ്കപ്പൻ നായരാണ്. പി തങ്കപ്പൻ നായർ. കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളി ആരാണ്? പി തങ്കപ്പൻ നായരാണ്. അദ്ദേഹം 2024 അന്തരിച്ചു. അടുത്ത ചോദ്യം, കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം. ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം കുടുംബശ്രീ ആണ്. കുടുംബശ്രീ. കുടുംബശ്രീ ഒന്നായി മുന്നേറാം. അടുത്തത്, യുനെസ്കോയുടെ സാഹിത്യ നഗര പദ്ധതി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോടാണ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദ്ധതി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ്? 2024 ജൂൺ 23 2024 ജൂൺ 23 ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായിട്ട് കോഴിക്കോടിനെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്. 2024 GI ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോൽപ്പന്നം ഏതാണ്? വനോൽപ്പന്നം നിലമ്പൂർ തേക്കാണ്. നിലമ്പൂർ തേക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരിന് കീഴിലുള്ള അവയവ മാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് ചേവായൂരാണ്. കോഴിക്കോട് ജില്ലയിലെ ചേവായൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ അവയവ മാറ്റ ആശുപത്രി നിലവിൽ വരുന്നത്. ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായുള്ള ജലഗതാഗത വകുപ്പിന്റെ പദ്ധതിയാണ് പുസ്തകത്തോണി എന്നത്. ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായുള്ള ജലഗതാഗത വകുപ്പിന്റെ പദ്ധതി പുസ്തകത്തോണി. SSLC +2 പരീക്ഷകളിൽ തോറ്റവരെയും പാതിവഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി പഠനം തുടരുവാനും പരീക്ഷ എഴുതുവാനും പ്രേരണയും സഹായവും നൽകുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് ഹോപ്പ് എന്നത്. ഹോപ്പ്. 2024 നിയമസഭയിലെ ചട്ടങ്ങളിൽ അടിയന്തര പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക്. അടിയന്തര പ്രമേയം എന്നതിന് പകരം വന്നതാണ് നടപടികൾ നിർത്തിവെക്കുവാനുള്ള ഉപക്ഷേപം എന്നത്. സത്യപ്രതിജ്ഞ എന്നതിന് പകരം വന്നതാണ് ശപഥം.
അവിശ്വാസ പ്രമേയം എന്നതിന് പകരം വന്ന വാക്കാണ് അവിശ്വാസം രേഖപ്പെടുത്തുന്നതിനുള്ള ഉപക്ഷേപം എന്നത്. നന്ദി പ്രമേയം എന്നതിന് പകരം വന്നതാണ് നന്ദി രേഖപ്പെടുത്തുവാനുള്ള ഉപക്ഷേപം എന്നത്. അടുത്ത ചോദ്യം, ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളുടെ ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്ക് നൽകുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി KASP. ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്ക് നൽകുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കേരളത്തിലെ ആദ്യ KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് +2 നേടുവാനുള്ള കേരള സർക്കാർ പദ്ധതി. +2 സ്കോൾ കേരള എന്നതാണ്. സ്കോൾ കേരള. കേരളത്തിലെ ആദ്യ മിൽമ മിനി മാർട്ട് നിലവിൽ വന്നത് പഴവങ്ങാടിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പഴവങ്ങാടിയിലാണ് ആദ്യത്തെ മിൽമ മിനി മാർട്ട് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ മഴ മാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല വയനാട്. ഇന്ത്യയിലെ ആദ്യത്തെ മഴ മാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയത് വയനാട്. തദ്ദേശ വാർഡ് വിഭജനത്തിന്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന്റെ പേര് ക്യൂഫീൽഡ്. തദ്ദേശ വാർഡ് വിഭജനത്തിന്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന്റെ പേരാണ് ക്യൂഫീൽഡ്. വീടുകളുടെ മേൽക്കുരയിൽ സൗരോർജ പാളികൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പുരപ്പുറ സൗര വൈദ്യുത പദ്ധതി. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത ബിജിലി യോജന. വീടുകളുടെ മേൽക്കുരയിൽ സൗരോർജ പാളികൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് പുരപ്പുറ സൗര വൈദ്യുത പദ്ധതി. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത ബിജിലി യോജന. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയങ്ങളിലൊന്നായിരുന്ന 99 വെള്ളപ്പൊക്കത്തിൻ്റെ എത്രാം വാർഷികമാണ്? 2024 ജൂലൈയിൽ ആചരിച്ചത് 100ാമത്തെ വാർഷികമാണ്. 100ാം വാർഷികം. 2024 അന്തരിച്ച ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്തൻ. ആത്മകഥയുടെ പേരാണ് മയൂരശിഖ, ജീവിതം അനുഭവം അറിവ് എന്നത്. 2024 അന്തരിച്ച ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായ ഡോക്ടർ MS വല്യത്താൻ്റെ ആത്മകഥ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മയൂരശിഖ, ജീവിതം അനുഭവം അറിവ് എന്നതാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മഞ്ഞപ്പൊട്ടുവാലൻ ഏത് ജീവിവർഗത്തിൽപ്പെടുന്നു? പാമ്പാണ്. മഞ്ഞപ്പൊട്ടുവാലൻ പാമ്പ്. വ്യവസായ നയത്തിൽ സമഗ്ര AI നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. വ്യവസായ നയത്തിൽ സമഗ്ര AI നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതിയാണ് അരികെ എന്നത്. പദ്ധതിയുടെ പേര് അരികെ. 2024 ജൂലൈയിൽ അന്തരിച്ച അരോമ മണി എന്ന M മണി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിനിമ. അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിച്ചത് പുലിക്കയമാണ്. കോഴിക്കോട് കോടഞ്ചേരിയിൽ പുലിക്കയം. അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? കല്ലായിപ്പുഴയാണ്. കോഴിക്കോട് കല്ലായിപ്പുഴ. രണ്ടാമത്തേത് കരമനയാറ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച മരിച്ചീനി കൃഷി നശിപ്പിക്കുന്ന മൊസൈക്ക് രോഗത്തെ
പ്രതിരോധിക്കുന്ന മരച്ചീനി ഇനം ഏതാണ്? സ്ത്രീ ശക്തിയാണ്. ശ്രീ ശക്തി. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച മരച്ചീനി കൃഷി നശിപ്പിക്കുന്ന മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന മരച്ചീനി ഇനമാണ് ശ്രീ ശക്തി. കേരള സർക്കാർ ആരംഭിക്കുന്ന വിമാന സർവീസ് കമ്പനി എയർ കേരള. 2024 കേരളത്തിൽ നിന്ന് ട്രേഡ് മാർക്ക് ലഭിച്ചത് എന്തിനാണ്? 2024 കേരളത്തിൽ നിന്ന് ട്രേഡ് മാർക്ക് ലഭിച്ചത് ഓണവില്ല്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഓണവില്ല്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ജനറേറ്റീവ് AI കോൺക്ലേവിന് വേദിയാക്കുന്നത് കൊച്ചിയാണ്. ഇന്റർനാഷണൽ ജനറേറ്റീവ് AI കോൺക്ലേവിന് വേദിയാക്കുന്നത് കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് സ്പോർട്സ് തലശ്ശേരി VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ്. തലശ്ശേരി. 2024 ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബ കേന്ദ്രം കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രമാണ്. മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രമാണ് 2024 ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബ കേന്ദ്രം കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം. അടുത്ത ചോദ്യം, 2024 25 വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം. ഗ്രീൻ ഹൈഡ്രജൻ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം. എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം കൊച്ചി. എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി. വിദേശത്തേക്ക് വളർത്തുമൃഗങ്ങളെ കൂടി കൊണ്ടുപോകുവാനുള്ള പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ട് ഏതാണ്? കൊച്ചിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച്. 2024 50 ആണ്ട് പൂർത്തിയാകുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ 2ാമത്തെ മുഖപത്രമാണ് യോഗനാഥം. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ട് മേരി രത്നാബായി. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ സൂപ്രണ്ട് മേരി രത്നാബായി. കാപ്പ ചുമത്തിയവരെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആഗ് എന്നത്. ഓപ്പറേഷൻ ആഗ്. 2025 ജനുവരി 1 ശേഷം മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. 2024 4ാമത് ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരം. ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ 2ാമത്തെ ജില്ല തൃശ്ശൂരാണ്. ആദ്യത്തെ ജില്ല ഏതാണ്? പാലക്കാടാണ്. ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ 2ാമത്തെ ജില്ല തൃശ്ശൂർ, ആദ്യ ജില്ല പാലക്കാട്. 2024 മെയ് 6 അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനാണ് ഹരികുമാർ. അടുത്ത ചോദ്യം, കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽ നിലവിൽ വന്നത് എവിടെയാണ്? കൊച്ചിയാണ്. കൊച്ചി മെട്രോ. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത സംവിധായകനും ഛായാഗ്രഹനുമായ വ്യക്തിയാണ് സംഗീത് ശിവൻ. പ്രശസ്ത സംവിധായകനും ഛായാഗ്രഹകനുമായ വ്യക്തി. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ശലഭം പദ്ധതി. ഈ ചോദ്യങ്ങളെല്ലാം PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൽ നിന്നും ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ക്വസ്റ്റ്യൻസ് നോക്കണം. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ശലഭം പദ്ധതി. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മേളവിദ്വാൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ.
കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിനായി ADS വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്നിടം. പദ്ധതിയുടെ പേര് എന്നിടം. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിനായിട്ട്. കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്തുവാനും നിർവീര്യമാക്കുവാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനമാണ് മാരിജ് എന്നത്. മാരിജ് നിർമ്മിച്ചത് കെൽട്രോൺ ആണ്. 2024 മെയ്യിൽ അന്തരിച്ച മാങ്ങാട് നടേശൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? മാങ്ങാട് നടേശൻ കർണാടക സംഗീതമാണ്. കർണാടക സംഗീതം. മാങ്ങാട് നടേശൻ. അടുത്ത ചോദ്യം, നാസയുടെ ചാന്ദ്ര ദൗത്യമായ ആർട്ടമിസിൽ പങ്കാളിയാകുവാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികനാണ് ഡോക്ടർ അനിൽ മേനോൻ. ഡോക്ടർ അനിൽ മേനോൻ. ഇന്ദുലേഖ എന്ന ഛായാചിത്രം വരച്ച പ്രശസ്ത ചിത്രകാരൻ രാജാ രവിവർമ്മയാണ്. ചിത്രത്തിന്റെ പേര് ഇന്ദുലേഖ. വരച്ചത് രാജാ രവിവർമ്മ. 2024 ഏപ്രിലിൽ 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മയുടെ ഓയിൽ പെയിന്റിംഗ് ആണ് മോഹിനി. ഓയിൽ പെയിന്റിങ്ങിന്റെ പേര് മോഹിനി. എത്ര രൂപയ്ക്കാണ് ലേലം ചെയ്യപ്പെട്ടത്? 17 കോടി രൂപയ്ക്കാണ്. ആരുടേതാണ് ചിത്രം? രാജാ രവിവർമ്മ. ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയ മലയാളിയാണ് ശ്രേയസ് ഗിരീഷ്. IRAS 04125+2902b എന്നാണ് പുതിയ ഗ്രഹത്തിന്റെ പേര്. ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയ മലയാളിയാണ് ശ്രേയസ് ഗിരീഷ്. വിനോദ സഞ്ചാര കേന്ദ്രമായ വാഗമൺ മലനിരകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യം ലിറ്റ്സിയ വാഗമണിക. ലിറ്റ്സിയ വാഗമണിക. കേരള ബാങ്കിൽ അക്കൗണ്ടുള്ള ഉപയോക്താക്കൾക്ക് മറ്റ് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന എല്ലാ ഡിജിറ്റൽ സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനാണ് KB പ്രൈം. KB പ്രൈം. ലോകത്തിലെ ഏറ്റവും മികച്ച 25 ലക്ഷറി ഹോട്ടലുകളുടെ പട്ടികയിൽ 11ാമത് എത്തിയ മൂന്നാറിലെ ആഡംബര റിസോർട്ടാണ് ചാൻഡീസ് വിൻഡി വുഡ്സ്. ചാൻഡീസ് വിൻഡി വുഡ്സ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലാമേളയായ അരങ്ങ് 2024 വേദിയായത് പീലിക്കോടാണ്. കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട്. 2024 ജൂണിൽ അന്തരിച്ച പ്രശസ്ത മാധ്യമ പ്രവർത്തകനാണ് BRP ഭാസ്കർ. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കായിട്ട് കേരള മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ. മൊബൈൽ ആപ്പിന്റെ പേര് വിദ്യാവാഹൻ. റോഡ് സുരക്ഷ പരിഗണിച്ച് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ തിരിച്ചറിയുന്നതിന് ഏതു നിറമാണ് നിർബന്ധമാക്കുന്നത്? മഞ്ഞ നിറം. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ താർ. ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്ന സ്ഥലങ്ങൾ കൊച്ചി, തിരുവനന്തപുരം. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾ എല്ലാം കൂടി പൊതുവായി നൽകിയ പേരാണ് ഓപ്പറേഷൻ ലൈഫ് എന്നത്. ഏതൊക്കെയാണ്? ഓപ്പറേഷൻ ജാഗറി, ഓപ്പറേഷൻ മത്സ്യ, ഓപ്പറേഷൻ ഷോമ, ഓപ്പറേഷൻ ഹോളിഡേ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഓപ്പറേഷനുകളെല്ലാം കൂടി പൊതുവായി നൽകിയ പേരാണ് ഓപ്പറേഷൻ ലൈഫ്. 2024 വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം ഏതാണ്? കുടുംബശ്രീ. 2024 വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമാണ് കുടുംബശ്രീ. SCERTയുടെ പുതുക്കിയ പാഠപദ്ധതി പ്രകാരം തയ്യാറാക്കപ്പെട്ട പാഠഭാഗങ്ങൾക്കനുസൃതമായി പരിഷ്കരിച്ച പോർട്ടലാണ് സമഗ്ര പ്ലസ് പോർട്ടൽ. സമഗ്ര പ്ലസ് പോർട്ടൽ. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ MP ആകുന്ന നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് കൊടിക്കുന്നിൽ സുരേഷ് ആണ്. 8 തവണ. കൊടിക്കുന്നിൽ സുരേഷ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്.
ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇനിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്